പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് ഈശോ മിശിഹായിലേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ ആശ്ചര്യത്തോടും അതിലുപരി ആകുലതയോടും മുന്നോട്ടുള്ള വാക്കുകളൊക്കെ പരതിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്കേറെ ആശങ്കയുണ്ട്. ഇന്ന് ഇവിടെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് സംബന്ധിക്കണം എന്ന് ഇവിടുത്തെ ഒരു പ്രേക്ഷിത മുഖേന ഞാൻ ആവശ്യപ്പെടുകയും അതിന് പ്രകാരം പുറകിൽ വന്ന് ഇരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കുമ്പസാരിച്ചിട്ട് ഈ പ്രാർത്ഥനയൊക്കെ പങ്കുകൊള്ളാം, അത് അനുഗ്രഹകരമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്നപോലെ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഉടനെ പോവോ, എനിക്കിപ്പോൾ ഇച്ചിരി തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ, ഞാനൊരു 9 മണിയായിട്ടേ പോകത്തുള്ളൂ എന്ന് പറയും. ഉടനെ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ കുമ്പസാരിക്കാന്ന് പറയും. അത് കഴിഞ്ഞ ഉടനെ അച്ഛൻ അടുത്ത് വന്ന് ചോദിച്ചു, ശമാശൻ ഇന്ന് പോകണമെന്ന് അത്ര നിർബന്ധമുണ്ടോ, വചനം പറയാമെന്ന് ചോദിച്ചു. എന്താ ഞാൻ മറുപടി പറഞ്ഞെന്ന് എനിക്കറിയില്ല, തലയാട്ടിന്ന് മാത്രം അറിയാം. എസ് എന്നാണോ നോ എന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ തലയാട്ടി, അച്ഛനത് എസ് എന്ന് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ശരി ഞാൻ അപ്പോൾ കുപ്പായൊന്നും ഇടാതാ വന്നത്, അപ്പോൾ ശരി കുപ്പായിട്ടിട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുപ്പായിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കുപ്പായിട്ട് വന്നു. അപ്പം അത് ഞാൻ ആലോചിക്കുക, എന്താ പറയുക എനിക്കൊന്നും അറിയില്ല. എങ്ങനെ ഒരുങ്ങണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു. 10 മണിക്ക് വചനം പ്രഘോഷണം തുടങ്ങണമെന്നും പറഞ്ഞു. ഏകദേശം 8:45 സമയമായി. 1.5 മണിക്കൂർ കൊണ്ട് ഒരുങ്ങിയാലൊന്നും തീരത്തില്ല. അത്ര ഒരുങ്ങിയാൽ ഇത് പറയാനും പറ്റില്ല. എന്റെ മനസ്സിലേക്ക് ആകപ്പാടെ വന്നൊരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രൂപമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എനിക്ക് നിങ്ങളോടും ആവശ്യപ്പെടാനുള്ളത്. വചനം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന വചനത്താൽ, ദൈവത്തിന്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടാൻ, എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം അതരത്തിൽ ലഭിക്കുവാൻ, ആ വചനം അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നീ സമൂഹത്തിൽ ഉളവാക്കുവാൻ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നതിനും അതുവഴി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഉച്ചത്തിൽ 2 കരങ്ങളും ഉയർത്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് സ്തുതിക്കാം. ഈ ഒരു മണിക്കൂറിനെ ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനാൽ അഭിഷിക്തമായ ഒരു മണിക്കൂറായി, അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയുന്ന ഒരു മണിക്കൂറായി, വചനം കൊണ്ട് ഓരോ മക്കളും നിറയുന്ന മണിക്കൂറായി, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഈ തിരുമണിക്കൂറിനെ സമർപ്പിച്ച് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിന്ന് ജീവനിലേക്ക് നിർഗളിക്കുന്ന നീരുറവയാകും. യേശുദമ്പുരാൻ പറയുകയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം പാനം ചെയ്യുന്നവന് അത് നിത്യജീവനിലേക്ക് നയിക്കുന്ന നീരുറവയാകും. ഈ വചനത്തെ പറ്റി പറയണമെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. പിന്നീട് രണ്ടാമത്തെ ചിന്ത, അതായത് ആദ്യത്തെ ചിന്ത ഈ വചനത്തെ എങ്ങനെ ഒരുങ്ങണമെന്നായിരുന്നു. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം എനിക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തെ ചിന്ത എന്ത് പറയണമെന്നായിരുന്നു. ഒരു 10-12 വർഷം സെമിനാരിൽ പഠിച്ചു. അതിനു മുമ്പ് ഒരു 10-15 വർഷം ജീവിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10-27 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ മനസ്സിൽ കൂടെ ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഓടിത്തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം പറയുവാണ്, എടാ കൊച്ചി ഇറക്ക, വചനം പ്രഘോഷിക്കാൻ നീ തുടങ്ങിയിട്ടേ ഉള്ളൂ.
നീ എന്തിനാ വലിയ ഗഹനമായ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? നീ എന്തിനാ വലിയ ഗഹനമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഇതൊന്നും പറയാൻ നീ ആയിട്ടില്ല. നീ പറയേണ്ട ഒരു കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയും. അതിനുശേഷം ഞാൻ കണ്ണടച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഇരുന്ന് 5 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 8:15 ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളായി പറയുന്നു. 5 മിനിറ്റ് ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് വന്നു. കണ്ണു തുറന്നപ്പം ഇവിടെ ദുഃഖത്തിന്റെ 2ാം രഹസ്യം ആരംഭിച്ചു. അപ്പൊ ദുഃഖത്തിന്റെ 2ാം രഹസ്യം ആരംഭിച്ച് ഞാൻ ഓർത്ത് കൊന്തക്കിടക്കാനായിരുന്നു ഉറങ്ങുന്നേ. വീണ്ടും ഉന്മേഷത്തോടെ ഇരിക്കാന്ന് പറയുകൊണ്ട് ഞാനിന്ന് മുരി നിവർത്തി നേരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സാധാരണ ഗതി ഉറക്കത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ഉണ്ടാവും? നമ്മൾ ക്ഷീണം ഉണ്ടാവും, വായിക്കോട്ട വിടും. ഞാനൊരു വായിക്കോട്ടയൊക്കെ വിട്ടിരുന്നപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത്, നീ ഒരു പണി ചെയ്യ്. എന്റെ മനസ്സിങ്ങനെ തോന്നുകയാണ്, ക്ഷീണം എങ്ങനെ മാറ്റാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ക്ഷീണം എങ്ങനെ മാറ്റാമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇവർക്ക് എങ്ങനെ വലിയ ക്ഷീണമൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. 9:30 ഇവർക്ക് കഞ്ഞി കൊടുക്കുന്നതാണ്. കഞ്ഞിയും പയറും ഒക്കെ കഴിച്ച് ഇങ്ങനെ പപ്പടമൊക്കെ കഴിച്ച് ഇവരിങ്ങനെ ഉന്മേഷത്തോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് അങ്ങനെ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലേക്ക് പിന്നെയും തോന്നുവാണ്, ഈ ക്ഷീണം എങ്ങനെ മാറ്റാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ക്ഷീണം മാറ്റുന്നേ? അപ്പം കർത്താവ് പറയാണ്, ഗെത്സമൻ തോട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഞാൻ അതിതീവ്രതയിൽ വേദനയിൽ മനമൊരുകി പ്രാർത്ഥിച്ച് രക്തം വെള്ളമായി ഉരുകി പ്രാർത്ഥിച്ച അവസരത്തിൽ എന്റെ ശിഷ്യന്മാര് പോലും കിടന്നുറങ്ങിപ്പോയി. പിന്നാണോ ക്ഷീണം ഉണ്ടാകാത്തത്? അതും ഈ രാത്രി 10:15 സമയത്ത്. എല്ലാവരും സാധാരണ ദിവസങ്ങളൊക്കെ വീട്ടിൽ 10:15 കൂർക്കം വലിച്ചു കിടന്ന് 2ാമത്തെ ഉറക്കം തുടങ്ങേണ്ട സമയമായി വരുമ്പോഴായി ഈ സമയത്ത് ഇവിടെ ഉണർന്നിരിക്കുന്നവർക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. അപ്പൊ ഈ ക്ഷീണം എങ്ങനെ മാറ്റാമെന്ന് നീ ഒന്ന് പറയാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ ഈ 2 ശിഷ്യന്മാര് നമുക്ക് ക്ഷീണം മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. പൗലോസും സീലാസും തോബ്രാസിലൊക്കെ പ്രസംഗിച്ചതിന് ശേഷം ലിദിയായ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി. ഈ സ്ത്രീയുടെ വീട്ടിൽ ലിദിയായ്ക്ക് മാനസാന്തരമുണ്ടായി. പൗലോസിനും സീലാസിനും ശിഷ്യ സമൂഹത്തിനൊക്കെ സദ്യ ഒരുങ്ങി കഴിഞ്ഞ ശേഷം പൗലോസും സീലാസും ലിദിയായുടെ വിരുന്നൊക്കെ സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥനാ കൂടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് മാന്ത്രികനായ ഒരാളെ കാണുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഈ തടസ്സപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ന്യായാധിപന്മാർ ചേർന്ന് പൗലോസിനെയും സീലാസിനെയും വസ്ത്രങ്ങൾ ഉരിഞ്ഞ് ചമ്മട്ടി കൊണ്ട് അടിച്ച് കാരാഗൃഹത്തിലിട്ടു. ക്ഷീണം കൊണ്ട് ആരും ഉറങ്ങിപ്പോകുന്ന അവസ്ഥ. ചമ്മട്ടി കൊണ്ട് അടിച്ച് വസ്ത്രങ്ങൾ ഉടുത്തുണി ഉരിഞ്ഞു മാറ്റി നഗ്നരാക്കിക്കൊണ്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ മർദ്ദിച്ച് അവശരാക്കി ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിൽ തള്ളി. മറ്റൊരിടത്ത് പൗലോസ്ലീഹ ഈ മർദ്ദനത്തെ പറ്റി പറയുന്നുണ്ട്, 40-ൽ 1 കുറയെ പല പ്രാവശ്യം ഞാൻ അടി കൊണ്ടിട്ടുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, ചമ്മട്ടി കൊണ്ടൊക്കെ 30 പ്രാവശ്യം അടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകാതിരിക്കുവോ? ഈ പൗലോസും സീലാസും എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാനൊന്നും തോന്നിയില്ല. അവരെന്ത് ചെയ്തു? ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചു. അപ്പൊ ക്ഷീണം മാറ്റാനുള്ള ഒരൊറ്റ പണി എന്താ? ആദ്യത്തെ പണി ഇതാണ്, കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുക. എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു. എനിക്കിത് ഭയങ്കര മടിയായിരുന്നു ഈ ഹല്ലേലൂയ പറയാനൊക്കെ. ഹല്ലേലൂയ പറയാനും സ്തുതിക്കാനൊക്കെ ആദ്യം മടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ലായിരുന്നു. ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾക്ക് സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട്. സ്പിരിച്വൽ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾ ഞങ്ങളുടെ വളർച്ചയിൽ സഹായിക്കുന്ന അച്ഛന്മാരാണ്. ഈ അച്ഛന്മാരോട് ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞു, ഒരച്ഛന് ഓരോ വർഷം നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോവാം. അപ്പൊ ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ഹല്ലേലൂയ പറയുന്ന പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമില്ല, കുർബാനകളൊക്കെ മര്യാദയ്ക്ക് പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് നടത്തി പോയാൽ മതി. ഉടനെ അച്ഛൻ പറഞ്ഞു, നീ ഒരു പണി, വെളിപാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഇതിനുശേഷം ഞാൻ സ്വർഗത്തിൽ വലിയ ജനസമൂഹത്തിൻ്റെതുപോലെ ഇരമ്പൽ പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ദൈവദൂതന്മാർ ദൈവത്തെ ഹല്ലേലൂയ എന്ന പദത്തോടുകൂടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, മരിച്ചു കഴിയുമ്പോൾ നീ എന്തോ സിനിമാ പാട്ട് പാടി വേപ്പിക്കാൻ പോവാണോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ അന്ന് മുതൽ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ എന്ന പദത്തിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ട്. ഇത് ദൈവദൂതന്മാർ പറയാൻ തുടങ്ങി. ദൈവദൂതന്മാർ ഹല്ലേലൂയ എന്ന പദത്തോടു കൂടിയാണ് ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഞാനും പയ്യെ പറയാൻ തുടങ്ങി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
കഴിഞ്ഞ ധ്യാനത്തിന് എനിക്ക് ഭാഷാവരം ലഭിച്ചു. പൊങ്ങച്ചൻ പറയുന്നതല്ല, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കും. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശത്രുക്കൾ എന്ന് തോന്നുന്നവർ പോലും നമുക്ക് മിത്രങ്ങളായി മാറും. പൗലോസിന്റെയും പീലാസിന്റെയും അനുഭവം പഠിപ്പിക്കുകയാണ്. അവർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കാരാഗൃഹത്തിൽ അത്ഭുതമുണ്ടായി. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങല പൊട്ടി താഴെ വീണു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഇവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ഭടൻ വാളെടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ പൗലോസ് വിളിച്ചു പറയുവാണ്, അതേ സഹോദരൻ, ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നീ അതുകൊണ്ട് അവിവേകമൊന്നും കാണിക്കരുത്. പിറ്റേന്ന് രാവിലെ തലേ ദിവസം രാത്രി ആരെ ഇവരെ ശിക്ഷിച്ചോ ആ ന്യായാധിപന്മാർ തന്നെ പൗലോസിനെയും സീലാസിനെയും പുറത്തിറക്കി കൊണ്ടുവന്ന് മോചിപ്പിക്കാനുള്ള അനുമതി പത്രം നൽകുകയാണ്. ഇതാണ് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലുള്ള ഗുണം. ക്ഷീണം മാറും, അത്ഭുതമുണ്ടാകും, അടയാളങ്ങൾ സംഭവിക്കും, ശത്രുക്കളെന്ന് തോന്നുന്നവർ മിത്രങ്ങളായി മാറും, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലങ്ങളായി മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ രാത്രി ദൈവവചന ശ്രവണത്തിന് മുമ്പ്, ശ്രവണത്തിന് ഒരുക്കമായി പൗലോസിനെയും സീലാസിനെയും പോലെ നമ്മളെ അലട്ടുന്ന ക്ഷീണങ്ങളെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പത്രോസ് പറയുന്ന ഒരു കാര്യമാണിത്. പിതാവായ ദൈവമേ, അങ്ങേ ദാസൻ പരിശുദ്ധദാസനായ യേശുക്രിസ്തു മുഖാന്തരം ഇവിടെ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുക്രിസ്തു മുഖാന്തരം ഇന്നിവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. അങ്ങേ ദൈവവചനം സധൈര്യം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് അങ്ങേ കരം നീട്ടണമേ. പ്രിയമുള്ളവരെ, 31-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാം വാക്യം പറയുകയാണ്, ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. രോഗമുണ്ടായിരുന്നവർക്ക് സൗഖ്യം ലഭിച്ചു. അനേകർ പേരിൽ നിന്ന് പിശാചുകൾ വിട്ടകന്നു എന്ന്. പ്രിയമുള്ളവരെ, പൗലോസിനെയും സീലാസിനെയും പോലെ കാരാഗൃഹത്തിന്റെ ബന്ധനത്തിൽ കിടന്നുപോലും സ്തുതിക്കുവാൻ ധൈര്യം കാണിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി താഴെ വീണതുപോലെ ഇന്ന് ഈ രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ, നമ്മളെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം വിട്ടകന്നു മാറുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വാതിലുകളായി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്ന കാരാഗൃഹങ്ങളെല്ലാം തുറക്കപ്പെടുവാൻ, നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ എല്ലാവരും അഭിഷേകം ചെയ്യപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉച്ചത്തിൽ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി ആരാധിക്കാം. ദൈവമേ, നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ പ്രാർത്ഥനയാകട്ടെ. ഇവിടെ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറണമേ. ഞങ്ങളുടെ അടച്ചിട്ടിരിക്കുന്ന കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷീണം അകറ്റി തരണമേ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവദൂതന്മാർ ഉച്ചരിക്കുന്ന അതേ പദം തന്നെ, ഹല്ലേലൂയ എന്ന പദം തന്നെ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തി തുറക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തിന് നമ്മൾ സ്തുതിക്കണം? ഇതായിരുന്നു എന്റെ മൂന്നാമത്തെ ചോദ്യം. എന്തിനാ സ്തുതിക്കുന്നേ? എന്തിനു വേണ്ടിയാ സ്തുതിക്കുന്നേ? സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന മഹാകാര്യങ്ങൾ, അത്ഭുത പ്രവർത്തികൾ നിങ്ങൾ ഓർക്കുവിൻ. ദൈവം നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവർത്തികൾ, മഹാകാര്യങ്ങൾ നിങ്ങൾ ഓർക്കുവിൻ. അതുകൊണ്ട് നമ്മൾ സ്തുതിക്കണം. പ്രിയമുള്ളവരെ, ഒരു ഈരടി ഇപ്രകാരം നാം കേട്ടിട്ടുണ്ട്, ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാവുമോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നുകൂടെ ഏറ്റുപാടായി പാട്. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാവും. എന്തൊക്കെയാ ദൈവം ചെയ്തു തന്ന മഹാദാനങ്ങള്? 103-ാം സങ്കീർത്തനം 2-4 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, ദൈവവചനം പറയുകയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹാദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന്.
എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹാദാനങ്ങൾ. അതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 103:2 ദൈവം ചെയ്തു തന്ന മഹാകാര്യങ്ങളെ പറ്റി പറയുകയാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് നിന്നെ സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി സ്തുതിയുടെ 150 സങ്കീർത്തനം 5 വാക്യത്തിൽ ദൈവവചനം പറയുന്ന ഇപ്രകാരമാണ്: കരഘോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുക എന്ന്. കരഘോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുക, തപ്പുതാള മേളങ്ങളോടുകൂടി കർത്താവിനെ സ്തുതിക്കുക എന്ന്. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് പാടാം. അതായത് ഈ ഓരോ വചനം പറയുമ്പോഴും നമുക്ക് ആ ഈരടി ഒരിക്കൽ കൂടി ഏറ്റുപാടാം. ഇതുവരെ ദൈവം തന്നെന്നുള്ള പാടി കരങ്ങൾ അടിച്ചുകൊണ്ട് പാടി നമുക്ക് സ്തുതിക്കാം. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ അവിടുത്തെ പരിശുദ്ധിയുടെ പങ്കുകാരാക്കി മാറ്റുന്നു. നമുക്ക് കരങ്ങൾ അടിച്ച് ഏറ്റുപാടാം. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാവുമോ? പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വചനം വീണ്ടും പറയുകയാണ്: അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. രോഗങ്ങൾ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുനാഥൻ കടന്നുപോയ വഴികളിലൂടെ അവന്റെ നിഴൽ യേശുനാഥന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചവരും അവിടുന്ന് സ്പർശിച്ചവരും എല്ലാം സുഖപ്പെട്ടു എന്ന്. പത്രോസ്ലീഹ യേശുവിനാൽ നിറഞ്ഞ് കടന്നുപോയ വഴിയിൽ രോഗികളായിട്ടുള്ള അനേകരെ കൊണ്ട് കിടത്തുകയുണ്ടായി. അപ്പൊ പത്രോസ് ഇങ്ങനെ നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴൽ വീണവർ പോലും സുഖപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും രോഗങ്ങളുടെ നിയോഗങ്ങളുമായിട്ടാണ് നാം കടന്നു വന്നിട്ടുള്ളതെങ്കിൽ വചനം പറയുകയാണ്: ദൈവം തന്നിരിക്കുന്ന മഹാദാനങ്ങളെ ഓർക്കുക, അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും. വീണ്ടും വചനം പറയുകയാണ്, ദൈവം ചെയ്ത മഹാദാനങ്ങളിൽ മൂന്നാമത്തേതാണ്: അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കും. നിന്റെ ജീവനെ അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിറച്ച് കിരീടമണിയിക്കും. അതിനാൽ നാം ദൈവത്തെ സ്തുതിക്കണം. ഇപ്രകാരം ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ മാറും. നമുക്ക് പ്രാർത്ഥിക്കാൻ ശക്തി ലഭിക്കും. നമ്മുടെ ബന്ധനങ്ങളെല്ലാം മാറി നിൽക്കപ്പെടും. നമ്മളൊക്കെ സന്തോഷം കൊണ്ട് നിറയപ്പെടും. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകും. നമ്മെ കണ്ടുമുട്ടുന്നവർക്ക് സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ഒന്ന് ആശംസിച്ചു നോക്കിയേ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ എന്ന പദത്തോടുകൂടി പരസ്പരം ഹസ്തദാനം ചെയ്ത് നോക്കിക്കേ. ആ സംഭവിക്കുന്ന ബന്ധങ്ങൾ എല്ലാം ശാശ്വതമാകും. അതെല്ലാം ദൈവ തിരുനാമത്തിലാകും. പ്രിയമുള്ളവരെ, സ്തുതിയുടെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം അതിന്റെ അർത്ഥവത്തിയിൽ നിറവേറും. ഇനി രണ്ടാമത് എങ്ങനെ ക്ഷീണമകറ്റാൻ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ശിഷ്യന്മാർ യേശുവിന്റെ പീഡാസഹനങ്ങളിൽ മനം നൊന്ത് യേശുവിനെ കുരിശിലേറ്റി യേശുനാഥൻ കണ്ണുകൾ അടച്ചു കഴിഞ്ഞപ്പോൾ, അവന്റെ വിലാവിൽ കുത്തം കൊണ്ട് കുത്തേറ്റ് കഴിഞ്ഞപ്പോൾ, ഒരു കല്ലറയുടെ മറവിലേക്ക് യേശുനാഥന്റെ മൃതശരീരം മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ശിഷ്യന്മാർ മ്ലാനവതരായി. അതിൽ ഒരുത്തന്റെ പേര് ക്ലോപ്പാസ് എന്നായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, അവർ തമ്മിൽ ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുഖം മ്ലാനവദനമായിരുന്നു, മനസ്സ് കലങ്ങിയിരുന്നു. അപ്പൊ ഇവരുടെ ഇടയിലേക്കാണ് യേശുനാഥൻ കടന്നു വരുന്നത്. യേശുനാഥൻ കടന്നു വന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ പറ്റിയാണ് തർക്കിക്കുന്നത്? അവർ ചോദിച്ചു, ജെറുസലേമിൽ ഈ നാളുകളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഞങ്ങളുടെ കൂടത്ത് യേശു എന്ന് പറയുന്നൊരു ഗുരു ഉണ്ടായിരുന്നു. അവനെ യഹൂദ പ്രമാണിമാരെല്ലാം കൂടെ ചേർന്ന് കുരിശിൽ തറച്ചു. അവർ 3 ആണിമേൽ കിടന്ന് മരിച്ചു.
അവസാനം ഒരു പടയാളി അവന്റെ കുന്തം കൊണ്ട് ശരീരത്തിൽ കുത്തി നോക്കി. അവിടുന്ന് കുറെ വെള്ളം ജലമൊക്കെ ഒഴുകി. ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് അവനെ കൊണ്ട് കല്ലറയിൽ അടക്കി. അതോടുകൂടി ഞങ്ങളുടെ പ്രത്യാശ നശിച്ചു. ഇനി ജെറുസലേമിൽ തങ്ങി നിന്നിട്ട് യാതൊരു കാര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എമ്മാവൂസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. യേശുനാഥൻ ചോദിച്ച, മണ്ടന്മാരെ, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒന്നും ഇക്കാര്യം യേശുനാഥനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും അറിയത്തില്ലാത്ത മണ്ടന്മാരാണോ നിങ്ങൾ? അതിനുശേഷം അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തിലേക്ക് അടുത്തു. ഗ്രാമത്തിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോ യേശുനാഥൻ അവർക്ക് മുന്നോട്ട് നടക്കുകയാണെന്ന് ഭാവിച്ചു. അവർ യേശുനാഥനെ വിളിച്ചു. അതൊക്കെ നമുക്കറിയാം. യേശുനാഥൻ അപ്പം എടുത്ത് മുറിച്ചു കൊടുത്തപ്പോ അവരുടെ കണ്ണുകൾ തുറന്നു. യേശുനാഥൻ അപ്പത്തിലേക്ക് പിൻവാങ്ങി. പക്ഷേ കണ്ണു തുറന്ന അവർ ഒരു കാര്യം ഗ്രഹിച്ചു. വഴിയിൽ വെച്ച് അവൻ വചനം വായിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ പരസ്പരം പറയുകയാണ്, വഴിയിൽ വെച്ച് അവൻ മോശയുടെ നിയമങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ക്ഷീണമൊക്കെ മാറി അകന്നും പാറിയത് നാം അറിഞ്ഞിരുന്നില്ലേ? നമ്മുടെ ക്ഷീണം മാറി നാം മ്ലാനവദനായിരുന്ന നമ്മുടെ മുഖം പ്രസന്നവദനമായത് നാം തിരിച്ചറിഞ്ഞില്ലേ? പ്രിയമുള്ളവരെ, ക്ഷീണമകറ്റാൻ, മ്ലാനത മാറ്റാൻ, പ്രസന്നവദനരാകാൻ, എല്ലാവിധ പ്രയാസങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ മോശയുടെ നിയമങ്ങളിലേക്കും പ്രവാചക ഗ്രന്ഥങ്ങളിലേക്കും സങ്കീർത്തനങ്ങളിലേക്കും ദൈവവചനമാവുന്ന സുവിശേഷത്തിലേക്കും കടന്നു ചെല്ലുക.